So, another play that is Frogs by Aristophanes. ഇതിനെ ഫ്രോഗ്സ് എന്നോ ദ ഫ്രോഗ്സ് എന്നോ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അരിസ്റ്റോഫെയിൻസ് എന്ന് പറയുന്നത് ഇസ് എ ഫേമസ് ഏൻഷ്യൻ്റ് ഗ്രീക്ക് പ്ലേ റൈറ്റ് ആൻഡ് ഹി ഈസ് നോൺ ഫോർ ഹിസ് സറ്റേറിക്കൽ കോമഡീസ്. അദ്ദേഹത്തിൻ്റെ സറ്റേറിക്കൽ കോമഡീസിൽ ഹി യൂസ് ടു ക്രിട്ടിസൈസ് ദ പൊളിറ്റിക്സ്, സൊസൈറ്റി ആൻഡ് ഇൻ്റലക്ച്വൽ ലൈഫ് ഓഫ് ഏതൻസ്. ആൻഡ് ഹി ഈസ് കൺസിഡേർഡ് ആസ് വൺ ഓഫ് ദ മാസ്റ്റേഴ്സ് ഓഫ് ഓൾഡ് കോമഡി. ഫാദർ ഓഫ് ഓൾഡ് കോമഡി എന്നോ മാസ്റ്റർ ഓഫ് ഓൾഡ് കോമഡി എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. ആൻഡ് ഓൾഡ് കോമഡി എന്ന് പറയുന്നത് ഒരു ജേണറാണ്. ആ ഒരു ജേണറിനകത്ത് ഷാർപ്പായിട്ടുള്ള വിറ്റ്, പൊളിറ്റിക്കൽ സെറ്റയേഴ്സ് എന്ന് പറയുമ്പോൾ അന്നത്തെ പൊളിറ്റിക്സിനെ ക്രിട്ടിസൈസ് ചെയ്ത് അല്ലെങ്കിൽ മോക്ക് ചെയ്ത് വന്നിരുന്ന സംഭവമാണ് സെറ്റയർ. സോ പൊളിറ്റിക്കൽ സെറ്റയേഴ്സ്, അതുപോലെ തന്നെ എക്സാഗ്രേറ്റഡ് ആയിട്ടുള്ള ഹ്യൂമർ, നമ്മളിപ്പോൾ ഡബിൾ മീനിങ് എന്നൊക്കെ പറയുന്ന പോലെ, അല്ലെങ്കിൽ ഹ്യൂമറിൻ്റെ ഭയങ്കര എക്സാഗ്രേറ്റഡ് ആയിട്ടുള്ള ഹ്യൂമർ, ഇതൊക്കെ തന്നെ ആ ഒരു ജേണറിൽ ബ്ലെൻഡ് ചെയ്തിട്ടായിരുന്നു വന്നിരുന്നത്. ആൻഡ് ഇദ്ദേഹത്തിൻ്റെ സം ഓഫ് ഹിസ് മോസ്റ്റ് ഫേമസ് പ്ലേസ് ഇൻക്ലൂഡ് ദ നൈറ്റ്സ്, ദ ക്ലൗഡ്സ്, ദ വാസ്പ്സ്, ദ ബേർഡ്സ്, ലൈസിസ്ട്രാറ്റ, വിമൻ അറ്റ് ദ തെസ്മോഫോറിയ, ദ ഫ്രോഗ്സ്, അസംബ്ലി വുമൻ. ഇത്രയാണ് അദ്ദേഹത്തിന് ഫേമസ് ആയിട്ടുള്ള വർക്ക്സ് എന്ന് അല്ലെങ്കിൽ പ്ലേസ് എന്ന് പറയുന്നത്. അരിസ്റ്റോഫെയിൻസ് ഇദ്ദേഹത്തിൻ്റെ പ്ലേസിൽ കൂടുതലും യൂസ് ചെയ്ത് ഹിസ് പ്ലേസ് വെയർ യൂസ്ഡ് ടു അറ്റാക്ക് സോഷ്യൽ നോംസ്. സൊസൈറ്റിയിൽ ചില റൂൾസ് അല്ലെങ്കിൽ നോംസ് ഒക്കെ ഉണ്ടായിരിക്കും, ഇന്നതേ പാലിക്കാവൂ അല്ലെങ്കിൽ ഈ രീതിയിൽ അത് ചെയ്യാവൂ എന്നുള്ള നോംസിനെ ഹി അറ്റാക്ക്ഡ് ഇറ്റ്. അതുപോലെ തന്നെ പ്രോമിനൻറ്റ് ഫിഗേഴ്സിനെയൊക്കെ തന്നെ മോക്ക് ചെയ്തു. അതിപ്പോൾ പൊളിറ്റിക്കൽ ഫിഗേഴ്സ് ആവാം, അങ്ങനെ പല പ്രോമിനൻ്റ് ആയിട്ടുള്ള ഫിഗേഴ്സിനെയും ഇദ്ദേഹം മോക്ക് ചെയ്തു. അതുപോലെ തന്നെ ഫിലോസഫി ആൻഡ് ഇൻ്റലക്ച്വലിസം, ഇതിൻ്റെ വാല്യൂ എന്താണെന്ന് ഇത് ക്വസ്റ്റ്യൻ ചെയ്യുകയാണ് ചെയ്തത് ഇദ്ദേഹം. ഇദ്ദേഹത്തിൻ്റെ കോമഡീസ്, അതായത് ഇപ്പോൾ ദ ഫ്രോഗ്സ്, ദ വാസ്പ് പോലുള്ള വർക്ക്സിലൊക്കെ ഹി ക്രിട്ടിസൈസ്ഡ് ദ ലീഗൽ സിസ്റ്റം. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഈ ടൈപ്പ് ഓഫ് വർക്ക്സിലൊക്കെ തന്നെ ലീഗൽ സിസ്റ്റം, അതായത് ലോ ആൻഡ് ഓർഡറിനെ ഇദ്ദേഹം ക്രിട്ടിസൈസ് ചെയ്തു. അതുപോലെ തന്നെ തിയേറ്ററിക്കൽ ട്രഡീഷനെ, ആ ഒരു ടൈമിലുണ്ടായിരുന്ന തിയേറ്ററിക്കൽ ട്രഡീഷനെയും ക്രിട്ടിസൈസ് ചെയ്തു. അരിസ്റ്റോഫെയിൻസിൻ്റെ ഈ ഒരു ബോൾഡ് ഹ്യൂമർ ആൻഡ് ഹിസ് എബിലിറ്റി ടു ബ്ലെൻഡ് എൻ്റർടൈൻമെൻറ്റ് വിത്ത് സോഷ്യൽ കമൻറ്ററി, ഈ ഒരു എബിലിറ്റിയും ഹാഡ് മെയ്ഡ് ഹിസ് വർക്ക് ഇൻഫ്ലുവൻഷ്യൽ. അത് സ്റ്റിൽ ഈ ഒരു ടുഡേ സൊസൈറ്റിയിൽ പോലും ഈസ് സെലിബ്രേറ്റിംഗ്. ആൻഡ് ഹിസ് വർക്ക്സ് ആർ എ ഷാർപ്പ് ക്രിട്ടിക് ഓഫ് സൊസൈറ്റി ആൻഡ് പൊളിറ്റിക്സ്. ഇനി ക്യാരക്ടേഴ്സ് നോക്കുവാണെങ്കിൽ, ഡൈനീഷ്യസ് എന്ന് പറയുന്നത് ഗോഡ് ഓഫ് വൈനാണ്. അതുപോലെ തന്നെ നമുക്കറിയാം ഈ ഒരു ഡൈനീഷ്യസിൻ്റെ പേരിലാണ് അന്നത്തെ ഗ്രീക്ക് ഡ്രാമാസൊക്കെ തന്നെ ഡെഡിക്കേറ്റ് ചെയ്തിരുന്നത്. ഡൈനീഷ്യൻ ഫെസ്റ്റിവലിലാണ് അതൊക്കെ പെർഫോം ചെയ്തിരുന്നത്. സോ ഡൈനീഷ്യസ് എന്ന് പറയുന്നത് വൈനിൻ്റെ ഗോഡാണ്. അതുപോലെ തന്നെ ഈ ഒരു പ്ലേയിലെ പ്രൊട്ടഗോണിസ്റ്റാണ് ഡൈനീഷ്യസ്. ഹെയ്റ്റ്സിലേക്ക് പോകണം. ആൻഡ് ഡൈനീഷ്യസ് ഈസ് സോ മച്ച് കൺസേൺഡ് അബൌട്ട് ദ കറൻറ്റ് ലിറ്ററേച്ചർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ പോയം, അങ്ങനെ പല കാര്യങ്ങളിലും ഹി ഈസ് വെരി മച്ച് കൺസേൺഡ്. അതായത് പണ്ടത്തെ ആ ഒരു റൈറ്റേഴ്സിൻ്റെ ആ ഒരു വാല്യൂ അല്ലെങ്കിൽ ആ ഒരു റേഞ്ചിൽ ഇപ്പോഴത്തെ റൈറ്റേഴ്സിനെ എഴുതാൻ പറ്റുന്നില്ല. സോ അതുകൊണ്ട് തന്നെ മരണപ്പെട്ടു പോയ റൈറ്റേഴ്സിൽ ആരെങ്കിലും ഒരാളെ തിരിച്ചു കൊണ്ടുവരിക. അതായത് ഇദ്ദേഹം പോകുന്നത് യൂരിപ്പിഡസിനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ബട്ട് എൻ്റെ അപ്പോൾ ഇന്ന് എങ്ങനെയാണ് എയ്സ്കിലസിനെയാണ് തിരിച്ചു കൊണ്ടുവരുന്നത്. നെക്സ്റ്റ് സാൻഡിയാസ് എന്ന് പറയുന്നത് ഭയങ്കര വിറ്റഡ് ആയിട്ടുള്ള ഒരു സ്ലേവാണ് ഡൈനീഷ്യസിൻ്റെ. സാൻഡിയാസ് എപ്പോഴും ഇങ്ങനെ കംപ്ലൈൻറ്റ് പറഞ്ഞുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ മാസ്റ്ററുമായിട്ട് കോമ്പീറ്റ് ചെയ്യാനും വളരെ ഇഷ്ടമുള്ള ഒരു സ്ലേവാണ് സാൻഡിയാസ്. ഇനി ഹെറക്ലിസ് എന്ന് പറയുമ്പോൾ സിയൂസിൻ്റെ ഫേമസ് ആയിട്ടുള്ള സണ്ണാണ്. അതുപോലെ തന്നെ നമ്മുടെ ഡൈനീഷ്യസിൻ്റെ ഹാഫ് ബ്രദറാണ്. ആൻഡ് ഈ ഒരു പ്ലേയിൽ ഡൈനീഷ്യസിന് ഒരുപാട് അഡ്വൈസൊക്കെ നമ്മുടെ ഹെറക്ലിസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഹെറക്ലിസ് എന്ന് പറയുന്നത് ഹി ഈസ് ദ ഓൺലി വൺ ഹൂ സർവൈവ്ഡ്
ഇൻ ഹെയ്റ്റ്സ്. ഹെയ്റ്റ്സിൽ സർവൈവ് ചെയ്ത ഒരാളാണ്. അതുപോലെ തന്നെ തിരിച്ച് ജീവനോടെ വന്നൊരു മനുഷ്യനും കൂടിയാണ് ഹെറക്ലിസ് എന്ന് പറയുന്നത്. ആൻഡ് കാരൻ എന്ന് പറയുന്നത് സ്റ്റിക്സ് റിവറിലെ ഫെറിമാനാണ്. അത് നമ്മൾ പ്ലേയിൽ പഠിക്കും. ആൻഡ് ഈക്കസ് എന്ന് പറയുന്നത് പ്ലൂട്ടോയുടെ ഹെയ്റ്റ്സിൻ്റെ ഡോർമാനാണ്, അല്ലെങ്കിൽ കാവൽക്കാരനാണ്. പിന്നെ മെയ്ഡ് ഓഫ് പെർസിഫോണി, ഇൻ കീപ്പർ, പ്ലാറ്റെയിൻ, സ്ലേവ് ഓഫ് പ്ലൂട്ടോ. പിന്നെ പ്ലൂട്ടോ ഇസ് ദ ഗോഡ് ഓഫ് അണ്ടർ വേൾഡ്. അതുപോലെ പെർസിഫോണിയുടെ ഹസ്ബൻഡുമാണ്. ഈ രണ്ട് ഓതേഴ്സിൻ്റെ ഇടയ്ക്ക് നമ്മുടെ യൂരിപ്പിഡസിൻ്റെയും ഈസ്കിലസിൻ്റെയും ഇടയ്ക്ക് ഒരു കോൺടെസ്റ്റ് കൊണ്ടുവന്നതും പ്ലൂട്ടോ ആണ്. ദെൻ നെക്സ്റ്റ് യൂരിപ്പിഡസ്, അതായത് റീസെൻ്റ്ലി മരിച്ചുപോയ, അവരിൽ നിന്ന് വിട്ടുപിരിഞ്ഞ ഒരു പോയിറ്റാണ്, ട്രാജിക് പോയിറ്റാണ്. ആൻഡ് ഡൈനീഷ്യസ് ഒറിജിനലി ഇദ്ദേഹത്തിനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ആൻഡ് ഈസ്കിലസ് എന്ന് പറയുന്നത് ഈസ് ഓൾസോ റിനൗണ്ട് ട്രാജിക് പോയിറ്റ്. ഈ ഒരു യൂരിപ്പിഡസുമായിട്ട് കോൺടെസ്റ്റ് വെക്കുകയും അതിൽ ജയിക്കുമ്പോൾ തിരിച്ച് ലൈഫിലേക്ക് വരുന്നത് ഈസ്കിലസ് ആണ്. നെക്സ്റ്റ് ഒരു ഫ്രോക്സിൻ്റെ കോറസ് പറയുന്നുണ്ട്. ദാറ്റ് ഈസ് സ്റ്റിക്സ് റിവറിൽ ആ ഒരു കാരൻ്റെ ബോട്ടിലിരിക്കുന്ന ടൈമിൽ ഉണ്ടാവുന്ന ഒരു ക്രോക്കിങ്ങും സിംഗിങ്ങും ഒക്കെ പറ്റി പറയുന്നുണ്ട്. ദെൻ കോറസ് ഓഫ് ഇനിഷ്യേറ്റ്സ്, അതായത് ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഇലൂഷ്യൻ മിസ്റ്ററി. ആൻഡ് ഡൈനീഷ്യസിനെയും സാന്തിയാസിനെയും പ്ലൂട്ടോയുടെ ഹൗസിലേക്ക് ലീഡ് ചെയ്യുന്നത് ഇനിഷ്യേറ്റ്സ് ആണ്. ഇനിഷ്യേറ്റ്സിൻ്റെ ഹെൽപ്പാണ്. അതുപോലെ തന്നെ പേഴ്സിഫണി എന്ന് പറയുന്നത് ഇസ് ദ ഡോട്ടർ ഓഫ് ഡിമെറ്റർ ആൻഡ് വൈഫ് ഓഫ് പ്ലൂട്ടോ. ഡിമെറ്ററിൻ്റെ ഡോട്ടറും പ്ലൂട്ടോയുടെ വൈഫുമാണ്. അപ്പോൾ ഇനി അതിൻ്റെ നമുക്ക് സമ്മറി നോക്കാം. ഐ ആം യൂസിങ് ലിറ്റ് ചാർട്ട് സമ്മറി. ഓക്കെ, എനിക്ക് വേറെ അങ്ങനെ സമ്മറി ഒന്നും നോക്കിയിട്ട് കൺവിൻസിങ് ആയി തോന്നിയില്ല. സോ ഡൈനീഷ്യസും, ഇപ്പോൾ ഇതിൻ്റെ ഓപ്പണിംഗ് എന്ന് പറയുമ്പോൾ ഡൈനീഷ്യസും സ്ലേവ് ആയിട്ടുള്ള സാന്തിയാസും ഹെറക്ലിസിൻ്റെ ഹൗസിലേക്ക് പോവുകയാണ്. ഹെറക്ലിസ് ഇസ് ദ ഹാഫ് ബ്രദർ ഓഫ് ഡൈനീഷ്യസ്. ആൻഡ് സാന്തിയാസ് എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ സ്ലേവാണ്. ആൻഡ് ഈ ഒരു സാന്തിയാസ് ഇസ് ക്യാരിങ് പെയർ ഓഫ് ലഗേജസ്. ആൻഡ് ഒരു ഡോങ്കിയുടെ മണ്ടയ്ക്കൊക്കെ ഇരുന്ന് സാന്തിയാസ് പോവുകയാണ്. ഡൈനീഷ്യസ് സൈഡിൽ നടക്കുന്നുണ്ട്. ആൻഡ് ഡൈനീഷ്യസ് ഒരുമാതിരി കാട്ടുവാസിയെ പോലെയാണ് ഡ്രസ്സ് ഇട്ടിരിക്കുന്നത്. ലൈക്ക് എന്താ ലൈൻ സ്കിന്നും ഒരു റോബ് ഒക്കെ ഇട്ട് ലൈൻ സ്കിന്നൊക്കെ ഇട്ടിട്ടാണ് വരുന്നത്. ആൻഡ് അതിലൂടെ ഇദ്ദേഹം ഇസ് ഡിസ്ഗൈസിങ് ഹിംസെൽഫ് ആസ് ഹെറക്ലിസിനെ പോലെ രൂപമാറ്റം ചെയ്താണ് ഡൈനീഷ്യസ് വരുന്നത്. പിന്നീട് ഡൈനീഷ്യസ് എന്താണ് ലാമെൻറ്റ് ചെയ്യുവാണ്. ഈ ഒരു എത്തീനിയൻ ഡ്രാമയുടെ ലിറ്ററേച്ചറിൻ്റെ അല്ലായിരുന്നു കേട്ടോ, എത്തീനിയൻ ഡ്രാമയുടെ ഈ ഒരു പ്രസൻറ്റ് സ്റ്റേറ്റിനെ കുറിച്ചിട്ട് ഇദ്ദേഹം ലാമെൻറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ കോമിക് പോയിറ്റ്സ് ഒന്നും തന്നെ ഒരു ഇംപ്രഷൻ കൊണ്ടുവരുന്നില്ല. അതായത് ഭയങ്കര അൺഇംപ്രസ്ഡ് ആണ് ഈ ഒരു ഇപ്പോഴത്തെ കോമിക് പോയിറ്റ്സിൽ അദ്ദേഹം. അതുപോലെ തന്നെ ഓൾഡർ ജനറേഷൻ ആയിട്ടുള്ള ഗ്രീക്ക് ട്രജേഡിയൻസ് ഒക്കെ തന്നെ ഇപ്പം മരിച്ചു കഴിഞ്ഞു. അപ്പോൾ അവരായിട്ടൊക്കെ ഒന്ന് കമ്പയർ ചെയ്യുവാണ് ഇപ്പോഴത്തെ കോമിക് പോയിറ്റ്സിനെ. ആൻഡ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ സാന്തിയാസും നമ്മുടെ ഡൈനീഷ്യസും കൂടി ഹെറക്ലിസിൻ്റെ ഹൗസിലേക്ക് പോകുന്നത്. അതായത് ഡൈനീഷ്യസിന് അറിയണം ഹെയ്റ്റ്സിലേക്ക് പോകേണ്ട വഴി കണ്ടുപിടിക്കാൻ. യൂരിപ്പിഡസിനെ പോയി കണ്ടുപിടിക്കണം, അദ്ദേഹത്തിനെ തിരിച്ചു കൊണ്ടുവരണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഏതൻസിനെ സേവ് ചെയ്യാൻ പറ്റും, ഏതൻസിൻ്റെ ലിറ്ററേച്ചറിനെ സേവ് ചെയ്യാൻ പറ്റും എന്നാണ് ഇദ്ദേഹം വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, ആദ്യം ഇദ്ദേഹം ഹെറക്ലിസിനോട് കാര്യം ചോദിക്കണം. അതായത് ഹെയ്റ്റ്സിലേക്ക് പോയിട്ട് തിരിച്ചു വന്ന ഒരാളാണ് നമ്മുടെ ഹെറക്ലിസ്. അതുകൊണ്ട് ഹെറക്ലിസിനോട് ഇതിൻ്റെ വഴിയൊക്കെ ചോദിക്കണം. സോ ഡൈനീഷ്യസും സാന്തിയസും ഈ ഒരു നമ്മുടെ ഹെറക്ലിസിൻ്റെ ഹൗസിലെത്തുന്നു. ഹെറക്ലിസ് പെട്ടെന്ന് ഡൈനീഷ്യസിനെ കണ്ടപ്പോൾ ഡൈനീഷ്യസ് ഇങ്ങനെ എന്നെപ്പോലെ ഡ്രസ്സ് ചെയ്ത് നിൽക്കുന്നല്ലോ എന്ന് കണ്ടപ്പോഴത്തേക്കും പെട്ടെന്ന് ചിരി വന്നിട്ട് താഴെ കിടന്ന് ഉരുണ്ടൊക്കെ അങ്ങ് ചിരിക്കാൻ തുടങ്ങി. ഒന്ന് റിക്കവറിയൊക്കെ ആയി വന്നപ്പോഴത്തേക്കും ഡൈനീഷ്യസിന് എന്ത് ചെയ്തു, ഹെയ്റ്റ്സിലേക്കുള്ള ഡയറക്ഷൻസ് ഒക്കെ പറഞ്ഞു കൊടുത്തു. അത് കഴിഞ്ഞ് ഡൈനീഷ്യസും സാന്തിയാസും ആ ഒരു ജേർണി കണ്ടിന്യൂ ചെയ്തു. ഡൈനീഷ്യസും സാന്തിയാസും ഒരു ബിഗ് ലേക്കിൽ, അതായത് ഹെറക്ലിസ് അവരോട് പറഞ്ഞൊരു ഡൈനീഷ്യസും സാന്തിയാസും അങ്ങനെ ഹെറക്ലിസ് പറഞ്ഞ ആ ഒരു ബിഗ് ലേക്കിൽ എത്തിച്ചേരുകയാണ്. ദാറ്റ് ദ റിവേഴ്സ് നെയിം ഇസ്, അല്ലെങ്കിൽ ആ ഒരു ബിഗ് ലേക്കിൻ്റെ നെയിം എന്ന് പറയുന്നത് സ്റ്റിക്സ് എന്നാണ്, STYX. അപ്പോൾ ഈ സ്റ്റിക്സിൽ എത്തിച്ചേർന്നു.
അപ്പോൾ ഹെറക്ലിസ് പറഞ്ഞായിരുന്നു അവിടെ ഒരു ഫെറിമാനെ സ്പോട്ട് ചെയ്യും, കാരൻ എന്നാണ് പേര്. അപ്പോൾ കാരൻ എന്ത് ചെയ്യും, ഈ ഡൈനീഷ്യസിനെ ഫെറിയിൽ കയറ്റും, പക്ഷേ സാന്തിയാസിനെ കയറ്റത്തില്ല. പറയും ദാറ്റ് ഹി ഡസൻ ക്യാരി സ്ലീവ്സിനെ കൊണ്ടുപോകാറില്ല എന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ എന്ത് ചെയ്യും, സാന്തിയാസ് പറയും ഓക്കെ, സാന്തിയാസ് അല്ല, നമ്മുടെ കാരൻ തന്നെ പറയും വിതറിങ് സ്റ്റോണിൽ വെച്ചിട്ട് നിങ്ങൾക്ക് തമ്മിൽ കാണാൻ പറ്റും എന്ന് പറയും. അപ്പോൾ സാന്തിയാസ് നടന്ന് ഡാർക്ക്നെസ്സിലോട്ട് അങ്ങ് പോവും. ആൻഡ് കാരൻ എന്ത് ചെയ്യും, ഈ ഒരു ഡൈനീഷ്യസിനെ ഈ ഒരു ഫെറി തുഴയാൻ വേണ്ടി ഏൽപ്പിക്കും. അതായത് ഡൈനീഷ്യസ് ഈ ഒരു ടാസ്ക് ചെയ്യാൻ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന സമയത്ത് ഇദ്ദേഹം ഏകദേശം ഒന്ന് ഋതത്തിലേക്ക് ഒന്നൊരു താളം പിടിച്ച് വരുമ്പോഴത്തേക്കും എന്ത് ചെയ്യും, ആൻഡ് ഹീ ഈസ് ഇൻറ്ററപ്റ്റഡ് ബൈ സിംഗിങ് ഫ്രോഗ്സിൻ്റെ ഒരു കോറസ് വന്നിട്ട് ഇദ്ദേഹത്തിനെ ഇൻറ്ററപ്റ്റ് ചെയ്യുകയാണ്. അതായത് ഈ ഒരു പ്ലേയുടെ ഫസ്റ്റ് കോറൽ ഇൻ്റർല്യൂഡാണ്, അതായത് പാരഡോസ് ആണ്. അപ്പോൾ ഈ ഒരു ഫ്രോഗ് കോറസ് ഇങ്ങനെ സിങ് ചെയ്യുകയും ക്രോക്ക് ചെയ്യുകയും ചെയ്യുമ്പോൾ ഇത് ഭയങ്കരമായിട്ട് ഡൈനീഷ്യസിനെ അന്നോയ് ചെയ്യാണ്, ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഡൈനീഷ്യസ് എന്ത് ചെയ്യും, തിരിച്ച് ഈ ഫ്രോഗ്സുമായിട്ട് ആർഗ്യൂ ചെയ്യും. അതുപോലെ തന്നെ അവരുടെ ഒരു സിംഗിങ്ങിനും ക്രോക്കിങ്ങിനും ഒരു കോമ്പിറ്റൻസ് പോലെ തിരിച്ച് ഇദ്ദേഹവും ക്രോക്ക് ചെയ്യാനും സിങ് ചെയ്യാനും തുടങ്ങും. പക്ഷേ അതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യും, ഈ ഒരു കോമ്പറ്റീഷനിൽ ഒരു വിന്നറിനെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് തന്നെ ഈ ഫെറി ലാൻഡിലെത്തും. അപ്പോൾ ഡൈനീഷ്യസ് കാരന് പൈസയൊക്കെ കൊടുത്തിട്ട് ലാൻഡിലേക്ക് കയറി സാന്തിയാസിൻ്റെ കൂടെ പോവും. ഡൈനീഷ്യസും സാന്തിയാസും ഈ ഒരു ജേർണി കണ്ടിന്യൂ ചെയ്യും. അവിടെ ഭയങ്കര ഡാർക്കാണ്. അപ്പം ഡൈനീഷ്യസ് എന്ത് ചെയ്യും, ഡൈനീഷ്യസിന് സാന്തിയാസിനേക്കാളും പേടിയാണ്. പെട്ടെന്ന് അവരെന്ത് ചെയ്യും, ഒരു ഫ്ലൂട്ട് പ്ലേയിങ് കേൾക്കും ഡിസ്റ്റൻസിൽ, ആൻഡ് ഒരു അപ്രോച്ചിങ് ക്രൗഡിനെ കാണും. ഇനിഷ്യേറ്റ്, അതായത് കോറസ് ആണ്. സാന്തിയാസ് ഇവനെ റെക്കഗ്നൈസ് ചെയ്യും. അതുപോലെ തന്നെ അപ്പോൾ സാന്തിയാസ് പറയും അവർ ഇനിഷ്യേറ്റ്സ് ആണ്, നമുക്ക് ഹെറക്ലിസ് പറഞ്ഞു തന്നില്ലേ പ്ലൂട്ടോയുടെ പാലസിലോട്ട് പോകേണ്ട ഡയറക്ഷൻ, ഇവരായിരിക്കും നമുക്ക് പറഞ്ഞു തരാമെന്ന് ഡൈനീഷ്യസിനോട് പറയും. അപ്പോൾ ഡൈനീഷ്യസും സാന്തിയാസും കൂടി ഇനിഷ്യേറ്റ്സ് ഇങ്ങനെ പാട്ട് പാടിയും ഡാൻസ് ചെയ്യും. അവർ സാക്രിഫിഷ്യൽ മീലൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ടൈമിൽ അവിടെ ഒളിച്ചു നിൽക്കും. പിന്നീട് ഇനിഷ്യേറ്റ് കോറസ് ഈ ഒരു ഓഡിയൻസിനൊക്കെ അഡ്രസ്സ് ചെയ്തൊക്കെ കുറച്ച് സംസാരിക്കും. ആൻഡ് ഡൈനീഷ്യസും സാന്തിയാസും കൂടി അവരുടെ ഹൈഡിങ് പ്ലേസിൽ നിന്ന് പുറത്ത് വന്നിട്ട് പ്ലൂട്ടോയുടെ പാലസിലേക്കുള്ള വഴി ചോദിക്കും ഇനിഷ്യേറ്റ്സിനോട്. അപ്പോൾ എന്താണ്, ഭാഗ്യം കൊണ്ട് അത് അടുത്ത് തന്നെയായിരുന്നു, ഒരുപാട് ദൂരമൊന്നും ഉണ്ടായിരുന്നില്ല. ഡൈനീഷ്യസും സാന്തിയാസും ഈ ഒരു പ്ലൂട്ടോയുടെ പാലസിൽ അറൈവ് ആവും. അവിടെ ഏക്കസ് ഉണ്ട്. ഏക്കസ് എന്ന് പറയുന്നത് ഡോർ കീപ്പറാണ്, കുറച്ച് പേടിപ്പെടുത്തുന്ന രൂപമൊക്കെ ഉള്ളൊരു ഡോർ കീപ്പർ. ആൻഡ് ഹീ ഈസ് ഹി ഗ്രീറ്റ്സ് ദം അറ്റ് ദ ഡോർ. ഈ ഡോറിൽ ഇവരെ ഗ്രീറ്റ് ചെയ്യും ഏക്കസ്. അപ്പോൾ ഏക്കസ് ഈ ഒരു ഡൈനീഷ്യസ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു ഡൈനീഷ്യസ് എന്ന് പറയുന്നത് ഹെറക്ലിസിനെ പോലെ ഡ്രസ്സ് ചെയ്താണ് നിൽക്കുന്നത്. അപ്പോൾ ഏക്കസ് ഇത് ഹെറക്ലിസ് ആണെന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യും, പെട്ടെന്ന് ഡൈനീഷ്യസിനെ ഇപ്പോൾ പിടിച്ചു കൊല്ലും എന്നുള്ള രീതിയിൽ ത്രെട്ടൻ ചെയ്ത് സംസാരിക്കാൻ തുടങ്ങും. ഡൈനീഷ്യസ് ഹെറക്ലിസിനെ പോലെ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു സെർബറസിൻ്റെ തെഫ്റ്റ്, ഹെറക്ലിസ് നടത്തിയൊരു തെഫ്റ്റാണ്. ആൻഡ് ഈ ഒരു തെഫ്റ്റിന് ഡൈനീഷ്യസിനെ ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർക്ക് അത് ഹെറക്ലിസ് ആണെന്നാണ് തോന്നുക. അപ്പോൾ ആ ഒരു ആളെ നമ്മുടെ ഒറിജിനൽ ഡൈനീഷ്യസിനെ പണിഷ് ചെയ്യും എന്ന് പറഞ്ഞ് ത്രെട്ടൻ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ ഏക്കസ് ഉള്ളിലേക്ക് തിരിച്ച് കയറി പോവും. ആൾക്കാരെ മോൺസ്റ്റേഴ്സിനൊക്കെ വിളിച്ചിട്ട് വരാൻ വേണ്ടിയിട്ട് ടോർച്ചർ ഡിവൈസസൊക്കെ, ഉപദ്രവിക്കാനുള്ള ഡിവൈസസൊക്കെ എടുത്തോണ്ട് വരാൻ വേണ്ടി ഓടി പോകുമ്പോഴത്തേക്കും നമ്മൾ ഓൾറെഡി പറഞ്ഞു സാന്തിയാസിനേക്കാളും പേടിയാണ് ഡൈനീഷ്യസിന്. അപ്പോൾ ഡൈനീഷ്യൻസ് എന്ത് ചെയ്യും, സാന്തിയാസിനോട് ബെഗ് ചെയ്യും ആ ഒരു ക്ലോത്തിങ് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്രസ്സുകൾ മാറ്റിയിട്ട് കഴിഞ്ഞാൽ മനസ്സിലാവത്തില്ല എന്ന് പറഞ്ഞിട്ട്. സാന്തിയാസ് എന്ത് ചെയ്യും, ഡൈനീഷ്യസിനേക്കാളും ബ്രേവർ ആയതുകൊണ്ട് സമ്മതിക്കും. ബട്ട് നെക്സ്റ്റ് ടൈം ഡോർ ഓപ്പൺ ചെയ്ത് വരുന്നത് ഏക്കസ് അല്ല, മറിച്ച് പേഴ്സിഫോണിയുടെ മെയ്ഡാണ്. ആൻഡ് എന്ത് ചെയ്യും, നമ്മുടെ ഈ ഒരു സാന്തിയാസ് ഹെറക്ലിസ് ആയിട്ട് നിൽക്കുവാണല്ലോ ഇപ്പം. അപ്പോൾ ഹെറക്ലിസിനെ കണ്ട സന്തോഷത്തിൽ ഭയങ്കരമായിട്ട് ഗ്രീറ്റൊക്കെ ചെയ്തിട്ട് പറയും, പേഴ്സിഫോണി നിങ്ങൾക്ക് ഗ്രേറ്റ് ഫീസ്റ്റൊക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, ഹെറക്ലിസിനെ ഒന്ന് ബഹുമാനിക്കാൻ, ഹെറക്ലിസിനൊരു ഹോണർ എന്നുള്ള രീതിയിൽ ഗ്രേറ്റ് ഫീസ്റ്റൊക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഉള്ളിലേക്ക് കയറി പോകും. അപ്പോൾ ഇവർ പോയി കഴിയുമ്പോഴത്തേക്ക് ഡൈനീഷ്യസ് എന്ത് ചെയ്യും, ഓക്കെ ഇപ്പോൾ ഹെറക്ലിസിന് വിലയുണ്ട്. അപ്പം ഡൈനീഷ്യസ് സാന്തിയാസിനോട് പറയും നമുക്ക് തിരിച്ച് കോസ്റ്റ്യൂം സ്റ്റിച്ച് ചെയ്യാമെന്ന്. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, 2 ലാൻഡ് ലേഡീസ് അതിലേക്കൂടെ നടന്നു പോകും. അപ്പോഴാണ് ഇവർ എന്ത് ചെയ്യും, ഈ ഒരു ഡൈനീഷ്യസ് ഇപ്പോൾ സാന്തിയാസ് ആയിട്ട് നിൽക്കുമ്പോൾ ഹെറക്ലിസ് ആയിട്ട് നിൽക്കുന്ന നമ്മുടെ സാന്തിയാസിനോട് ഹെയ്റ്റ്സിൽ വെച്ച്
ചെയ്ത കുറ്റങ്ങളെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ എന്ത് ചെയ്യും, ഡൈനീഷ്യസ് ഇപ്പോൾ ഹെറക്ലിസിനെ പോലെ തന്നെ നിൽക്കുകയാണ്. മേ ബി ദെയർ പ്രിൻറ്റിങ് മിസ്റ്റേക്ക് ആയിരിക്കാം. ഓക്കെ, ഡൈനീഷ്യസ് ഇപ്പോൾ ഹെറക്ലിസ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പോഴത്തേക്കും ഹെറക്ലിസ് കമ്മിറ്റ് ചെയ്ത ആ ഒരു കുറ്റങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്ന് ക്വസ്റ്റ്യനബിൾ ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഡൈനീഷ്യസ് ഒന്നുകൂടി സാന്റിയാസിനോട് പറയും നമുക്ക് തിരിച്ച് കോസ്റ്റ്യൂം മാറാം. അപ്പം എന്താണ്, അങ്ങനെ മാറാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് എന്ത് പറ്റുന്നത്, അങ്ങനെ മാറുമ്പോഴാണ് നമ്മുടെ ഏക്കസ് തിരിച്ചു വരുന്നത്. ആൻഡ് സ്റ്റാർട്ടഡ് ടു ടോർച്ചർ റിട്ടേൺസ് ടു ടോർച്ചർ ഹെറക്ലിസിനെ തിരിച്ച് ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് വരുമ്പോൾ സാന്റിയാസ് ഇപ്പോൾ ഹെറക്ലിസ് ആണ്. അപ്പോൾ ഹെറക്ലിസ് ആയിട്ട് നിൽക്കുന്ന സാന്റിയാസ് എന്ത് ചെയ്യും, പറയും എൻ്റെ സ്ലേവ് ആയിട്ടുള്ള ഈ പുള്ളിയെ കൊണ്ടുപോയി നിങ്ങൾ ടോർച്ചർ ചെയ്തോ എനിക്ക് പകരം എന്ന് പറയും. അപ്പോൾ സ്ലേവായിട്ട് നിൽക്കുന്ന ആരാണ്, ഡൈനീഷ്യസ് ആണ്. ഡൈനീഷ്യസിനെ കൊണ്ടുവന്ന് ടോർച്ചർ ചെയ്യാൻ പറയും. അപ്പോൾ ഡൈനീഷ്യസ് ഇത് കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് പാനിക്കാവും. എന്നിട്ട് പറയും ഇല്ലില്ല ഞാൻ ഡൈനീഷ്യസ് ആണ്, ഞാൻ ഗോഡാണെന്നൊക്കെ പറയുമ്പോൾ ഏക്കസ് വിശ്വസിക്കത്തില്ല. പകരം എന്ത് ചെയ്യും, സാന്റിയാസിനെയും ഡൈനീഷ്യസിനെയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കുത്താൻ തുടങ്ങും. ആൻഡ് ഏക്കസിൻ്റെ ഒരു ഇതിൽ റിയൽ ഗോഡിന് പെയിൻ വരത്തില്ല എന്ന് പറയും. അപ്പോൾ ഈ പെയിൻ വരുമോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത്. അപ്പം സാന്റിയാസ് ആണോ ഡൈനീഷ്യസ് ആണോ സത്യം പറയുന്നതെന്ന് അറിയാത്തത് കൊണ്ട് തന്നെ ഏക്കസ് രണ്ടുപേരെയും കൂടി നമ്മുടെ ഗോഡായിട്ടുള്ള പ്ലൂട്ടോ എടുത്ത് കൊണ്ടുപോകും. അപ്പോൾ പ്ലൂട്ടോ എന്ത് ചെയ്യും, കറക്റ്റായിട്ട് ഡൈനീഷ്യസിനെ ഐഡൻറ്റിഫൈ ചെയ്യും. ആൻഡ് സാന്റിയാസ് ഈ ഒരു പ്ലൂട്ടോയുടെ സ്ലേവും ഇപ്പോൾ അവിടുത്തെ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇവർ തമ്മിൽ ഒരു ബോണ്ടൊക്കെ ക്രിയേറ്റ് ആയി. അവർ രണ്ടുപേർക്കും മാസ്റ്റേഴ്സിൻ്റെ റൂമേഴ്സ് പറയാനും കംപ്ലയിൻറ്റ് ചെയ്യാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ സാന്റിയാസ് ഇങ്ങനെ ഒരു അലർച്ച കേൾക്കും. ആൻഡ് പ്ലൂട്ടോയുടെ സ്ലേവ് എക്സ്പ്ലെയിൻ ചെയ്യും ദാറ്റ് ദ പോയിറ്റായിട്ടുള്ള ഏസ്കിലസും യൂരിപ്പിഡസും അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാണ്. എന്തിനു വേണ്ടിയിട്ട്, ഇവിടെ ഒരു ഹോണറബിൾ ആയിട്ടുള്ള ചെയറുണ്ട്. പ്ലൂട്ടോയുടെ ഗ്രേറ്റ് ഹാളിൽ ഒരു ചെയർ, ഒരു ഫീൽഡിൽ ബെസ്റ്റായിട്ടുള്ള ആൾക്ക് റിസർവ് ചെയ്യുന്നൊരു ചെയറുണ്ട്. ആ ഒരു ചെയറിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഏസ്കിലസും യൂരിപ്പിഡസും കൂടി അടിയാണെന്ന് പറയുന്നു. കുറേ നാളായിട്ടേ ഏസ്കിലസ് ആണ് ആ ഒരു പൊസിഷനിൽ ആ ഒരു ചെയർ ഓൺ ചെയ്തിരിക്കുന്നത്. പക്ഷെ എപ്പോഴാണോ യൂരിപ്പിഡസ് മരിച്ചത് അപ്പം മുതൽ ഈ ഒരു ചെയർ ഏസ്കിലസിൻ്റെ അടുത്ത് നിന്ന് എടുത്തിട്ട് പോകും എന്നൊരു ത്രെറ്റും കൊണ്ട് നടക്കുകയാണ് യൂരിപ്പിഡസ്. അപ്പോൾ ഈ ഒരു സംഭവം സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലൂട്ടോ എന്ത് ചെയ്യും, ഒരു കോൺടെസ്റ്റ് നടത്താം. ഈ ഒരു പൊയറ്റിക് സ്കില്ല് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു കോൺടെസ്റ്റ് നടത്താമെന്ന് പറയും. ആൻഡ് ഈ ഒരു കോൺടെസ്റ്റ് എന്താണ്, തുടങ്ങാൻ വേണ്ടി പോവുകയാണ്. അപ്പം പ്ലൂട്ടോ മെയ്ഡ് ഡൈനീഷ്യസ് ആസ് ദ ജഡ്ജായിട്ട് ഡൈനീഷ്യസിനെ നിയമിക്കുന്നു. ആൻഡ് പ്ലൂട്ടോ കുറേ മെഷറിങ് ഇംപ്ലിമെൻറ്റ്സ്, അതായത് ഇപ്പോൾ സ്കെയിലുണ്ടല്ലോ നമ്മുടെ ഈ കോടതിയിലൊക്കെ കാണത്തില്ലേ, ഒരു സ്കെയിൽ പോലെ ഒരു ഇത് നീതിദേവതയുടെ കയ്യിൽ, ഞാൻ പറയാം മറ്റേ ത്രാസ്. അപ്പോൾ ആ ത്രാസ് പോലെ നമ്മുടെ വെയിങ് മെഷീൻ അതുപോലൊരു സാധനം വെക്കും. ആൻഡ് എന്ത് ചെയ്യാൻ, അവരുടെ പൊയിട്രിയെ വെയ് ചെയ്യാൻ. അപ്പോൾ സാന്റിയാസും പ്ലൂട്ടോയുടെ സ്ലേവും ഈ ഒരു കോൺടെസ്റ്റ് തുടങ്ങാൻ പോകുമ്പോഴത്തേക്കും അവിടുന്ന് പുറത്തു പോകും. ഡൈനീഷ്യസും പ്ലൂട്ടോയും അവിടെ ഇരിക്കും. അവരുടെ സീറ്റിലൊക്കെ ഇരിക്കും. ആൻഡ് ആ ഒരു ടൈമിൽ യൂരിപ്പിഡസും ഏസ്കിലസും സ്റ്റേജിലേക്ക് വരും. എൻസ്ലേവ്ഡ് ആയിട്ടുള്ള പീപ്പിൾ അടുത്തായിട്ട് എൻ്റർ ആവും. ഒരുപാട് ടൂൾസൊക്കെ പിടിച്ചിട്ട്, അതായത് മെഷറിങ് ടൂൾസൊക്കെ പിടിച്ചിട്ട് വരും. ആൻഡ് കോറസ് ഈ ഒരു കോമ്പറ്റീറ്റേഴ്സ് ആയിട്ടുള്ള യൂരിപ്പിഡസിനെയും ഏസ്കിലസിനെയും ഇൻട്രൊഡ്യൂസ് ചെയ്യും. ആൻഡ് പ്രൈസിങ് എന്താണ്, യൂരിപ്പിഡസിൻ്റെ വിറ്റിനെ, ഏസ്കിലസിൻ്റെ വേർഡ്സിനെ ഒക്കെ പ്രൈസ് ചെയ്യും. ഏസ്കിലസിൻ്റെ വേർഡ്സിനെ വെപ്പൺസ് എന്നാണ് അദ്ദേഹം ഈ ഒരു കോറസ് കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ യൂരിപ്പിഡസും ഏസ്കിലസും അവരുടെ പോയിട്രിയെ പ്രൈസ് ചെയ്യാനും അങ്ങോട്ടും ഇങ്ങോട്ടും ക്രിട്ടിസൈസ് ചെയ്യാനൊക്കെ തുടങ്ങും. യൂരിപ്പിഡസ് പറയും അദ്ദേഹത്തിൻ്റെ പോയിട്രിയാണ് സുപ്പീരിയർ, ബിക്കോസ് അതാണ് കൂടുതലും ലോജിക്കൽ, അതുപോലെ തന്നെ എവറിഡേ ലാംഗ്വേജിലാണ് എഴുതിയത്, ഓർഡിനറി ക്യാരക്ടേഴ്സാണ്, കോമണേഴ്സാണ്, അവർക്ക് മനസ്സിലാവും എന്നൊക്കെ രീതിയിൽ നമ്മുടെ യൂരിപ്പിഡസ് പറയും. ഏസ്കിലസും അതുപോലെ തന്നെ പറയും അദ്ദേഹത്തിൻ്റെ പോയിട്രിയാണ് ബെറ്റർ, ഇതൊരു എലവേറ്റഡ് സ്റ്റൈലിലാണ് എഴുതിയത്, നോബിൾ ആൻഡ് ഹീറോയിക് ക്യാരക്ടേഴ്സാണുള്ളത്, അതുകൊണ്ട് തന്നെ ഓഡിയൻസിന് എങ്ങനെയാണ് വിർച്വസ് ആയിട്ടിരിക്കാൻ, അല്ലെങ്കിൽ ഈ ഒരു ഐഡിയൽ വേൾഡ് എങ്ങനെയാണ്
ഉണ്ടാവുക എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഏസ്കിലസും പറയും. അപ്പോൾ ഏസ്കിലസ് യൂരിപ്പിഡസിൻ്റെ പ്ലേസിനെ, അതായത് ഒരു പ്രഡിക്റ്റബിളായിട്ട് പ്രൊലോഗ്സ് ഉള്ള പ്ലേസിനെ കളിയാക്കും. അതുപോലെ തന്നെ യൂരിപ്പിഡസ് തിരിച്ചെന്ത് പറയും, ഏസ്കിലസിൻ്റെ ഭയങ്കര ബോറിംഗ് ആയിട്ടുള്ള സോങ് റൈറ്റിംഗ് ആണെന്നൊക്കെ ക്രിട്ടിസൈസ് ചെയ്യും. അപ്പോൾ ഈ ഒരു കോൺടെസ്റ്റ് കഴിയും. ഈ ഒരു കോൺടെസ്റ്റിൽ മൊത്തം ഡൈനീഷ്യസ് എന്ത് ചെയ്യും, ഒരു ജഡ്ജും മോഡറേറ്ററും ആയിട്ടൊക്കെ നിൽക്കും. തോട്ട്ഫുൾ ആയിട്ടുള്ള കമൻറ്ററീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യും. വലിയ പ്രശ്നം ഭയങ്കരമായിട്ട് ഹീറ്റ് ആവുമ്പോൾ അതൊന്ന് തണുപ്പിക്കാനൊക്കെ ശ്രമിച്ചു. സോ ഇവൻച്വലി എന്ത് ചെയ്യും, പ്ലൂട്ടോ ഓർഡർ ചെയ്യും ഈ ഒരു പോയിറ്റ്സ് അവരുടേതായ പോയിട്രിയിലുള്ള ചില ലൈൻസൊക്കെ റിസൈറ്റ് ചെയ്യാൻ പറയും. ആൻഡ് അവരുടെ ഹാൻഡ് ഈ ഒരു സ്കെയിലിൽ വെക്കാൻ പറയും. ആരുടെയാണോ താന്നു പോകുന്നത് ഈസ് ഡിറ്റർമൈൻഡ് വിച്ച് പോയിറ്റ് ഹാഡ് റിസൈഡ് വെയിറ്റിയർ പോയിട്രി. അപ്പോൾ സ്കെയിൽ താഴുമ്പോൾ അത് വെയിറ്റിയർ പോയിട്രി ആണെന്ന് പറയും. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് 2 വട്ടം റിപ്പീറ്റ് ചെയ്യും. ആൻഡ് ആ ഒരു ടൈമിൽ സ്കെയിൽ എങ്ങോട്ടാണ് ചരിയുന്നത്, ഏസ്കിലസിന് ഫേവറായിട്ടാണ് ചരിയുന്നത്. സോ അപ്പോൾ എന്ത് ചെയ്യും, ഡൈനീഷ്യസ് ഏത് പോയിട്ടാണ് ബെറ്റർ എന്നുള്ള ഇത് മനസ്സിലാവാത്ത, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഡിസൈഡ് ചെയ്യാൻ പറ്റാത്തുള്ള രീതിയിൽ നിൽക്കും. ആൻഡ് ഫൈനലി അദ്ദേഹം എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഏതൻസിനെ ഇപ്പോഴത്തെ കണ്ടീഷനിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു അഡ്വൈസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത് ആരാണോ അവരായിരിക്കും വിന്നർ എന്ന് പറയും. അപ്പോൾ യൂരിപ്പിഡസ് എന്ത് പറയും, ഒരു വേഗായിട്ടുള്ള ആൻസർ പറയും. അതായത് എത്തീനിയൻസ് എന്താണ്, എല്ലാത്തിനെയും ക്വസ്റ്റ്യൻ ചെയ്യണം, ആരെയും വിശ്വസിക്കാൻ പാടില്ല എന്നൊക്കെ പറയുമ്പോൾ ഏസ്കിലസ് കുറച്ചുകൂടി കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു അഡ്വൈസ്, അതായത് ഏതൻസ് ഷുഡ് എലക്ട് ബെറ്റർ ലീഡേഴ്സിനെയും അവർ നേവിയൊക്കെ സ്ട്രെങ്തൻ ചെയ്യണം എന്നൊക്കെ പറയും. അപ്പം ഇപ്പോഴും ഡൈനീഷ്യസ് എന്താണ് റിമൈൻ കോൺഫ്ലിക്റ്റഡ്. അതുപോലെ തന്നെ ദാറ്റ് ഹീൽ സെലക്ട് ദ മാൻ ഹിസ് സോൾ ഡിസൈഡ്സ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നുന്ന ഒരാളെ സെലക്ട് ചെയ്യാം എന്ന് പറയും. അപ്പോൾ ഇതെന്താണ്, ഏസ്കിലസിനെയാണ് സെലക്ട് ചെയ്യുന്നത്. യൂരിപ്പിഡസ് ആ ഒരു സ്ഥലത്ത് നിന്ന് റിമൂവ് ആയി. ആൻഡ് പ്ലൂട്ടോ ഡൈനീഷ്യസിനെയും ഏസ്കിലസിനെയും ഉള്ളിലേക്ക് വിളിക്കും ടു സെലിബ്രേറ്റ് ഏസ്കിലസ് വിക്ടറി. ആൻഡ് അത് കഴിയുമ്പോൾ എന്ത് ചെയ്യും, ഹി വിഷ്ഡ് ദം എ സേഫ് ജേർണി ബാക്ക് ആൻഡ് ഗുഡ് ലക്ക് സേവിങ് ഏതൻസ്. ഒരു സേഫ് ജേർണി പറയും. അതുപോലെ തന്നെ ഏതൻസിനെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗുഡ് ലക്ക് ഒക്കെ പറഞ്ഞ് പ്ലൂട്ടോ വിടും. അപ്പോൾ ഇനി ദ ഫ്രോഗ്സിലെ തീംസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾഡ് വേഴ്സസ് ന്യൂ. അതായത് തുടക്കത്തിൽ പറയുന്നുണ്ട് ന്യൂ കോമിക് റൈറ്റേഴ്സിനെ ഓൾഡ് ട്രാജേഡിയൻസുമായിട്ട് കമ്പയർ ചെയ്ത് പറയുന്നുണ്ട്. അപ്പം ന്യൂവിനെ വെച്ച് നോക്കുമ്പോൾ ഓൾഡാണ് ബെറ്റർ എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു ആർട്ടിൻ്റെ വാല്യൂ, അതായത് ഡൈനീഷ്യസിന് എന്താണ് ഇങ്ങനൊരു ആർട്ട്, അതായത് ഏതൻസിൻ്റെ ആർട്ടിനെ റീക്ലെയിം ചെയ്യണം എന്നുണ്ട്. അതായത് ഇപ്പോൾ പോകുന്ന രീതിയിൽ നിന്ന് മാറിയിട്ട് ഏതൻസ് എങ്ങനെയായിരുന്നോ പണ്ടുണ്ടായിരുന്നത് ആ രീതിയിലേക്ക് ഒരു ആർട്ടിൻ്റെ വാല്യൂ കാണിക്കുന്ന രീതിയിലാണ് പറയുന്നത്. പിന്നെ ലിറ്റററി ക്രിറ്റിസിസം വരുന്നത് അതും സെയിം ഇത് തന്നെ നമ്മുടെ യൂരിപ്പിഡസിൻ്റെയും ഏസ്കിലസിൻ്റെയും വർക്ക്സിനെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. പിന്നെ അപ്പിയറൻസ് വേഴ്സസ് റിയാലിറ്റി അതെന്ന് പറയുമ്പോൾ നമ്മുടെ ഡൈനീഷ്യസ് ഹെറക്ലിസ് ആയിട്ടൊക്കെ മാറുന്നുണ്ട്. അതിനുശേഷം അതൊരു ഫിസിക്കൽ ആയിട്ടുള്ള അപ്പിയറൻസിൻ്റെയാണ്. ബട്ട് ഡൈനീഷ്യസ് ഒരു ഗോഡാണ് എങ്കിൽ പോലും നമ്മുടെ സാന്ത്യാസിൻ്റെ അത്ര പോലും ധൈര്യം നമ്മുടെ ഡൈനീഷ്യസിനില്ല. ഗോഡാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പക്ഷേ ഒട്ടുമേ ധൈര്യമില്ലാത്തൊരു മനുഷ്യനാണ്. അതായത് ആ ഒരു ഇനിഷ്യേറ്റ്സിൻ്റെ ക്രൗഡ് കാണുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് പേടിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്കൊരു ഒരു മോൺസ്റ്റർ വരുന്നുണ്ട് കേട്ടോ, എംപൂസ എന്ന് പേരുള്ള. അപ്പോൾ ഈ എംപൂസയെ കാണുന്ന ടൈമിലും ഡൈനീഷ്യസ് ആണ് ഒരുപാട് പേടിക്കുന്നത്. ആൻഡ് പക്ഷേ ലാസ്റ്റ് വരുമ്പോഴത്തേക്കും നമ്മുടെ ഗോഡ്സ് അതുപോലെ തന്നെ പറയുന്നുണ്ട് ഗോഡിന് പെയിൻ അനുഭവിക്കത്തില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ റിയാലിറ്റിയിൽ അവർക്ക് രണ്ടുപേർക്കും പെയിൻ അനുഭവിക്കുന്നുണ്ട്, പക്ഷേ അവരത് എക്സ്പ്രസ് ചെയ്യാത്തതാണ്. സോ ഇത്രയാണ് വരുന്ന തീംസ്: അപ്പിയറൻസ് വേഴ്സസ് റിയാലിറ്റി, ലിറ്റററി ക്രിറ്റിസിസം, ദ വാല്യൂ ഓഫ് ആർട്ട്, ഓൾഡ് വേഴ്സസ് ന്യൂ.